ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ സാധാ ഒരു ഡേ മൈ ലൈഫാണ്. എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നൊന്നും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഐഡിയാസ് ഒന്നുമില്ല. അപ്പം ഞാൻ എണീറ്റ് എൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ, ഇനി കുറച്ച് നേരം എണീറ്റ് കഴിഞ്ഞാൽ ഒരു മടി പോലെ അങ്ങനെയുള്ള. അപ്പം ഞാൻ ജനലിൽ നോക്കിയിരിക്കുന്ന സാധാ ദിവസങ്ങൾ പോലെ കുറച്ച് നേരം നോക്കിയിരിക്കും. പിന്നെ ഫോണിൽ നോക്കിയിരിക്കും. ഇതൊക്കെയാണ് കേട്ടോ പരിപാടീസ്. അപ്പോൾ എന്തൊക്കെയാണുള്ളത് ഫുള്ളായിട്ടൊന്നും എനിക്കറിയില്ല. ഇനി ഫുള്ളായിട്ട് വീഡിയോ ഉണ്ടാവുമോ എന്നറിയില്ല. അപ്പോൾ എടുക്കുന്നവരെ ഞാനിതിൽ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിൽ പോയി പരിപാടീസൊക്കെ നോക്കാം. കിച്ചണിൽ വന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി. ആദ്യം തന്നെ വിചാരിച്ചു വിശന്നിട്ട് വയറ് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദോശയുടെ മാവ് നമ്മൾ മേടിക്കുകയാണ് കേട്ടോ ചെയ്യുക. എനിക്ക് മാത്രമല്ലേ കഴിക്കാനുള്ളൂ. അപ്പോൾ ഞാനൊരു ചെറിയ പാത്രത്തേക്ക് ദോശ മാവ് ആവശ്യമുള്ളത് ഇട്ട് കൊടുത്തു. പിന്നെ അതിൽ ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ദോശ ഉണ്ടാക്കിയത്. പിന്നെ ദോശയുടെ കൂടെ ഞാൻ സ്പെഷ്യലായിട്ട് എന്താണെന്നറിയോ, നമ്മുടെ മുട്ട കൊത്തി പിടിച്ചൊരു ബുരിഞ്ചില്ലേ, അതും കൂടിയിട്ടാണ് കേട്ടോ കഴിക്കുക. നല്ല ടേസ്റ്റാണ്. കഴിക്കാത്തവർ എന്തായാലും കഴിച്ചു നോക്കാം കേട്ടോ. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കഴിക്കാൻ അത്രയും ടേസ്റ്റാണ്. അപ്പം നമുക്കത് ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ ഇവിടെ ഓൾറെഡി ഞാൻ വെച്ച് ചൂടാക്കി. ബുരിഞ്ചി ദോശയും കൂടി അങ്ങ് കഴിച്ചു കിട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ച് എനിക്ക് പിന്നെ ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാണ്ട്. എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരിയാണ്. പിന്നെ ചിക്കൻ കഴുകാനും കായം പറ്റി വയ്ക്കാനൊക്കെ ഉണ്ട്. ചിക്കൻ അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലിട്ടിച്ച് അത് കഴിഞ്ഞിട്ട് കായം പറ്റിയിട്ട് കുറച്ച് നേരം വെച്ച് അപ്പോഴേക്കും എൻ്റെ ചോറ് തിളയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റൂമൊക്കെ പോയി അടിച്ചോരി ചോറ് ആയി തുടങ്ങി. നമുക്ക് ചിക്കൻ വറക്കണം. ചോറ് വെന്തിട്ട് ഊറ്റി വെച്ച് അങ്ങനെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു തുടങ്ങി. ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ കിച്ചൺ പരിപാടീസ് അങ്ങനെ ഞാനിവിടെ കഴിച്ചു. അടുക്കളയിലെ പരിപാടി കഴിഞ്ഞാലും കുക്ക് ചെയ്യാനല്ല പണി, ക്ലീൻ ചെയ്യാനല്ല. അപ്പോൾ ക്ലീൻ ചെയ്ത് ഞാനൊരു ജഗ്ഗിൽ വെള്ളം എടുത്തു. പിന്നെ അവിടുത്തെ ലൈറ്റൊക്കെ ഓഫാക്കി നേരെ റൂമിൽ പോയിട്ട് അതിന് മുന്നേ തന്നെ ഞാൻ റൂം വന്നിട്ട് ഇങ്ങനെ വിരിച്ചിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്ന് ചുമ്മാ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ച്. വേറെ ഓർമ്മയൊന്നുമില്ല. ഇനി എന്താ, കുളിക്കാനൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാം പണി കഴിഞ്ഞിട്ട് എനിക്ക് നല്ല മടി, എന്താണെന്നറിയില്ല. മടിച്ചിട്ട് ഇനി എടുക്കാണ്. പിന്നെ വീട്ടിലേക്ക് വിളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ 2 വീട്ടുകാരും ബിസിയാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ ഓരോരുത്തർ ആവശ്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോയേക്കാണ്. അപ്പോൾ പിന്നെ ഇനി ഫോൺ വിളിക്കണ പരിപാടിയില്ല. കുളിക്കലാണ് ഇനി. പിന്നെ ബാത്റൂം അങ്ങനത്തെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ കറി ഞാൻ മോരുകറി ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ കറിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ചിക്കൻ മാത്രം പൊരിക്കാനുണ്ടായിരുന്നുള്ളൂ. കുറച്ച് നേരം ഞാൻ ഫോണിൽ നോക്കി ഇങ്ങനെ എടുക്കും. പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പോകാം, പക്ഷെ നല്ല തണവാ, ഒരു രക്ഷയില്ല. അയ്യോ, ലൈറ്റിട്ടില്ല. തണവിൽ കുളിക്കാൻ മേടിച്ചിട്ട് ഹീറ്റർ ഓൺ ആക്കിയിട്ട് വേണം കുളിക്കാൻ. ചിക്കൻ വറുത്ത അങ്ങനെ ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ചുമ്മാ ചാർജ് ഇല്ലല്ലോ. മറ്റേ ഫോണിലാണ് വെച്ചാൽ സിമ്മൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വീഡിയോസൊക്കെ കാണാൻ, യൂട്യൂബൊക്കെ കാണാനും ഇൻസ്റ്റ അങ്ങനെയൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ 1 മണിയൊക്കെ കഴിച്ച് ചോറുണ്ടാകുമെന്ന് വെച്ചു. അപ്പം ഇങ്ങനെ
ചോറൊക്കെ എടുത്ത് വെച്ച്, പിന്നെ ചിക്കനും മോരുകറിയും നല്ല കോമ്പിനേഷനാണല്ലോ. അപ്പോൾ മോരുകറി ഒക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ പോയിട്ട് ഞങ്ങൾ ചിക്കൻ മേടിച്ചു കേട്ടോ. ഇനി ഒരു ഉറക്കാവാന്ന് വിചാരിച്ചിട്ട് അപ്പം അച്ചു വന്ന് അവന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവന് ഈ സമയത്ത് ഉറങ്ങുന്ന ടൈമാണ്. അപ്പോൾ പിന്നെ എനിക്ക് വേറെ പരിപാടിച്ചില്ലാത്ത കാരണം ഞാൻ ഉറങ്ങാൻ വേണ്ടി പഠിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഒന്ന് എണീറ്റ് ഒരു 6 മണി 6:30 ആകുമ്പോൾ എണീറ്റ് അവന് പോകാറാകുമ്പോഴേക്കും കോഫി കൊടുക്കാൻ കേട്ടോ. അവന് കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് കൊടുക്കുന്ന കാരണം ഞാൻ കുടിക്കുന്നതാണ്, എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഈ ചോക്കോസിൻ്റെ മറ്റേ ഇതുണ്ടായിരുന്നു, അപ്പോൾ അതും കുറച്ച് കഴിച്ചു. പിന്നെ ഒരു നാരങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ നാരങ്ങ അപ്പം ഞാൻ അവനോട് ചോദിക്കേണ്ടത് എനിക്ക് വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ഉറങ്ങിയിട്ട് ഒക്കെ കഴിഞ്ഞ് ഒരു 7 മണിക്കായപ്പോൾ അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഒരു സാധാ ദിവസമായിരുന്നു. ഇനി ചിലപ്പോൾ അവൻ ഫുഡ് കഴിക്കാൻ വന്നാൽ ഞാൻ അവൻ്റെ കൂടെ ഷോപ്പിൽ പോകാറുണ്ട്. അവൻ വന്നാൽ അറിയുള്ളൂ പോവോ പോയില്ലേ എന്ന്. പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കൂടെ അതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ സെയിം പരിപാടി ഇത് നോക്കി നിൽക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് ഇപ്പോൾ ഇവിടെ ഒരു 9 മണി ആയിട്ടുണ്ട്. 9 മണി വരുമ്പോൾ നാട്ടിലൊരു 10:30 ആയിട്ടുണ്ടാവും കേട്ടോ. ഫുഡ് കഴിക്കണം, ഈ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ മടി പിടിക്കും. എന്നാലും പിന്നെ എനിക്ക് വിശന്നാൽ ഞാൻ ഫുഡ് കഴിക്കും. അതിന് വെയിറ്റ് ചെയ്തിട്ട് കാലിലല്ലോ, ഫുഡ് കഴിക്കാൻ വരും, പക്ഷെ നേരം വയ്യും. അങ്ങനെ ഞാനൊരു സിനിമ കാണാമെന്ന് വെച്ചാൽ സിനിമ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടെലിഗ്രാമിൽ. ഇത് കല്ലുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള എന്തൊരു അവാർഡ് കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ് കേട്ടോ. ഇതിൽ അർജുൻ അശോകനൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ സ്റ്റോറിയാണ്. അടിപൊളി സിനിമയായിരുന്നു, സൂപ്പർ കേട്ടോ. കാണാത്തവരെന്തായാലും കണ്ടു നോക്കുക. 10:30 ആയപ്പോഴേക്കും അച്ചു വന്നിട്ട്, അപ്പോൾ ആ ഫുഡ് കഴിച്ചിട്ട് ഞാൻ അവൻ്റെ കൂടെ പോവാം. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ കൂടെ എന്തായാലും ചുമ്മാ ഒന്ന് പോകാമെന്ന് വിചാരിച്ച. റൂമിലിരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബോറടിയല്ല. അപ്പോൾ ഈ സമയത്താകുമ്പോൾ അധികം തിരക്കുണ്ടാവില്ല, എനിക്ക് അവിടെ കറങ്ങി നടക്കുകയും ചെയ്യാം. അപ്പോൾ റൂമൊക്കെ പൂട്ടി നമ്മളിങ്ങനെ നടന്നിട്ട്, ഞാൻ ഈ ലൈറ്റ് ഇങ്ങനെ കത്തണ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നടക്കുമ്പോൾ കത്തും, നമ്മൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്ന ആ ഒരു ലൈറ്റാണ്. പിന്നെ നേരെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ലിഫ്റ്റിലൊക്കെ കയറി, വെച്ചാൽ ഫുള്ള് ലിഫ്റ്റല്ല, 2 ഫ്ലോർ കഴിഞ്ഞിട്ട് പിന്നത്തെ ലിഫ്റ്റിൽ നമ്മൾ കയറിയത് കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ എത്തി. പിന്നെ ലിഫ്റ്റിൽ കയറുന്ന എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ അവൻ്റെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഓരോ ദിവസത്തെ വേസ്റ്റ് കൊണ്ടപ്പം തന്നെ കളയില്ലെങ്കിൽ ഒരുപാട് ആക്കാനായിട്ട് നിൽക്കാറില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് എത്തി. പിന്നെ അവനെ ഓഫീസിൻ്റെ അതിൽ കൂടെ പോകണം, നമുക്കങ്ങനെ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഞാൻ അങ്ങോട്ട് പോകാൻ കേട്ടോ ചെയ്യാറ്. പിന്നെ നമ്മൾ നേരെ നടന്നു ബാക്ക് സൈഡിൽ കൂടെയാണ് കേട്ടോ പോയത്. നമുക്ക് ചുമ്മാ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ചുമ്മാ വെറുതെ പോകുന്നതാണ് ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട്. കാരണം ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കല്ലേ. പിന്നെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 12 മണി ഒക്കെ 12:30 ആകുമ്പോൾ നമ്മൾ തിരിച്ചിറങ്ങും. അപ്പോൾ ഞാൻ മെയിൻ എൻട്രൻസിൻ്റെ അതിൽ കൂടെയാണ് കേട്ടോ കയറിയത്. എന്നിട്ട് കയറി നമ്മുടെ എക്സിലേറ്ററിൽ അങ്ങ് കയറി ചുമ്മാ വായ നോക്കി ഇങ്ങനെ നടക്കാമല്ലോ, ഒരു രസം. പിന്നെ അവൻ ഡ്യൂട്ടിക്ക് കയറിയിട്ടോ. പിന്നെ നമുക്ക് ഡ്യൂട്ടി ഇല്ലാത്ത കാരണം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് തിരിഞ്ഞ് നടക്കും. ആരും കമ്പനിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓരോ വട്ടം ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അച്ചു മുടി ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഒരെണ്ണം മേടിക്കാൻ വേണ്ടി പോയിട്ട് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഈ ബോട്ടിൽ നല്ല ഇഷ്ടമായി, നല്ല രസമില്ലേ കാണാം. പക്ഷേ ചില്ലിൻ്റെയാണ്. അപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ച് കൊടുത്തത്. ഇവിടെ കുറേ ഇങ്ങനെ ചില്ലിൻ്റെ നല്ല നല്ല ബോട്ടിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ ഒരുപോലത്തെയൊക്കെ മേടിച്ച് വെച്ചാൽ നല്ല രസമുണ്ടാവും. അതുപോലെ കപ്പുകൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായി. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി. കെയറൊക്കെ ചെയ്ത് മുടിയൊക്കെ കിട്ടി. പിന്നെ ഞാൻ എന്നും കാണിക്കാനല്ലേ സ്കിൻ കെയർ എന്തൊക്കെയാണ് ചെയ്യണം, വലിയ മാറ്റമൊന്നും ഇല്ലാത്തതാണ്, അതൊന്നും കാണിക്കാതെ കേട്ടോ.
ഇനി സമയം എന്തായാലും കാണിച്ചു തരാം. അതേപോലെ തന്നെ ചക്കരമത്ത മുറിക്കുന്നുണ്ട്. ഇങ്ങനെ റൂമിൽ വന്ന് 12:54 സമയമായി. അപ്പോൾ ഒരു ചക്കരമത്ത മുറിക്കാമെന്ന് വെച്ചിട്ട് അത് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കട്ട് ചെയ്തു. പിന്നെ ഞാൻ ചക്കരമത്ത കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി കിടന്നുറങ്ങാനുള്ളൊരു പരിപാടീസിലാണ്. ഒരു ഫിലിമൊക്കെ കണ്ടിട്ട് കിടക്കുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ കാര്യം എനിക്കുറക്കം വന്നാൽ ഞാൻ കിടക്കാനും 1:15. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.